സ്നേഹ ബഹുമാനാദരവുകൾ നിറഞ്ഞ സഹോദര സഹോദരിമാരെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമളാൻ മാസം ശരവേഗത്തിൽ നമ്മോട് യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മഹാനായ വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു വാചകം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നുണ്ട്. വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, തൗറാത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു മനോഹരമായ വാചകമുണ്ട്. അൽ ഹരീസു ഫഖീറുൻ, അത്യാഗ്രഹി എപ്പോഴും ഫഖീറാണ്, ദരിദ്രനാണ്. വൈൻഖാനം മലിക്കൻ, അവൻ രാജാവാണെങ്കിൽ പോലും അത്യാഗ്രഹിയാണോ അവൻ ഫഖീറാണ്. ലോകത്ത് മുഴുവനും സ്വത്ത് ഖജനാവ് അവൻ്റെ കയ്യിലാണ്, പക്ഷേ അവൻ അത്യാർത്ഥിയുള്ളവനാണ്. ആ അത്യാഗ്രഹിയായ ആ മനുഷ്യൻ അവൻ എന്നും ഫക്കീറാണ്, ദരിദ്രനാണ്, ആവശ്യക്കാരനാണ് എന്ന് വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുകയാണ്. നാം ഓർക്കുക, ദുനിയാവ് ഒരുപാട് ഉണ്ടായിട്ടും ഇനിയും വീണ്ടും വീണ്ടും വേണമെന്ന് ആഗ്രഹമുള്ളവൻ, ആർത്തിയുള്ളവൻ, അത്യാഗ്രഹമുള്ളവൻ അവൻ ഫക്കീർ തന്നെയാണ്. മഹാനായ ഒരു സൂഫിയായ മനുഷ്യൻ്റെ അടുക്കൽ വന്ന് ഒരാൾ കുറച്ച് ദാനം, ധർമ്മമായി അവർക്ക് സമ്പത്ത് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ധർമ്മം സ്വീകരിക്കാതെ ആ മഹാനായ സൂഫിയായ മനുഷ്യൻ പറഞ്ഞു, എനിക്കത് വേണ്ട, എൻ്റെ ശിഷ്യന്മാർക്കും അത് വേണ്ട, ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരുന്നതാണ്, സന്തോഷത്തോടെ സ്വീകരിക്കണം. ആ സൂഫിയായ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ സമ്പന്നനാണെങ്കിൽ ഞാൻ നിങ്ങളിൽ നിന്ന് വാങ്ങിക്കൊള്ളാം, നേരെ മറിച്ച് നിങ്ങൾ ദരിദ്രനാണെങ്കിൽ ഞാനത് വാങ്ങില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ സമ്പന്നനാണ്, ഞാൻ ഇവിടുത്തെ രാജാവാണ്, ഖജനാവിൻ്റെ താക്കോൽ എൻ്റെ കൈവശമാണ്. ആ മഹാനായ സൂഫി ചോദിച്ചത്, നിങ്ങൾക്ക് ഇനിയും സമ്പത്തുണ്ടാകണമെന്ന് ആഗ്രഹമില്ലേ? ഇനിയും രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കണമെന്ന കൊതിയില്ലേ? അതേ, ഉണ്ട്. എന്നാൽ നിങ്ങൾ ദരിദ്രനാണ്, നിങ്ങൾ ഫക്കീറാണ്, നിങ്ങൾ ആവശ്യക്കാരനാണ്, സമ്പന്നത നിങ്ങൾക്ക് വന്നിട്ടില്ല, എനിക്ക് നിങ്ങളുടെ വസ്തു വേണ്ട എന്ന് പറഞ്ഞു. നമ്മൾ എത്ര കോടീശ്വരനാണെങ്കിലും വീണ്ടും കിട്ടാൻ ആഗ്രഹമുള്ളവൻ ഫക്കീർ തന്നെയാണ്. വീണ്ടും മഹാനായ വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, തൗറാത്തിൽ കാണാം, വഴിപ്പെടുന്നവൻ, അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നവൻ, അനുസരണയുള്ളവൻ, അവൻ അനുസരിക്കപ്പെടുന്നവനാവും. അവൻ മംലൂക്കാണെങ്കിലും, വൈൻകാന മംലൂക്ക, അവൻ അടിമയാണെങ്കിൽ പോലും. ഒരു ഉദാഹരണം, ഒരു അടിമയായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു അടിമയാണ്. പക്ഷെ അദ്ദേഹം ലോകത്ത് അള്ളാഹുവിന് അടിമയായി, പടച്ചവൻ്റെ അടിമയായി അവന് സുജൂദ് ചെയ്ത് കഴിഞ്ഞ ഒരു ദാസനാണ്. അതുകൊണ്ട് തന്നെ വഴിപ്പെടുന്നവനായതുകൊണ്ട് യജമാനനായ തന്നെ വിലക്കു വാങ്ങിയ ആൾ പോലും അടിമയായ തന്നെ വഴിപ്പെടുന്ന സാഹചര്യമുണ്ടായി. ചരിത്രത്തിൽ നമുക്ക് കാണാം, അദ്ദേഹം ഒരുപാട് ഉപദേശങ്ങൾ തൻ്റെ യജമാനന് കൊടുത്തതായി നമുക്ക് കാണാൻ കഴിയും. അതാണ് പറഞ്ഞത്, വഴിപ്പെടുന്നവൻ അവൻ അടിമയാണെങ്കിൽ പോലും അള്ളാഹുവിനനുസരിക്കുന്നവൻ അനുസരിക്കപ്പെടും, അവൻ പറയുന്നത് മറ്റുള്ളവർ കേൾക്കുന്ന സാഹചര്യമുണ്ടാവും. വീണ്ടും പറയുകയാണ്, ഒരു മനുഷ്യൻ വിശക്കുന്നവനാണ്, വൽ ഖാനിഉ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവൻ, എനിക്ക് മതി എന്ന് പറയുന്നവൻ, അവൻ ഗനിയുൻ, അവൻ സമ്പന്നനാണ്, വൈൻകാന ജായിഅ, അവൻ വിശക്കുന്നവനാണെങ്കിലും, അഥവാ എനിക്കുള്ളത് മതി, എനിക്ക് റബ്ബ് തന്നതുണ്ട് എന്ന് ഉള്ളതുകൊണ്ട് പൊരുത്തപ്പെടാൻ നല്ല മനസ്സുള്ള ആളുകൾ, അവർ വിശന്ന് കഴിയുകയാണെങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം അവർ സമ്പന്നൻ തന്നെയാണ് എന്ന് വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹു പറയുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവാനും അള്ളാഹുവിനെ അനുസരിക്കുവാനും അതുപോലെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് അത്യാഗ്രഹമില്ലാതെ ജീവിക്കുവാനും നാം പരിശ്രമിക്കുക. റമളാൻ അതിനൊരു വഴിത്തിരിവാകട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.